ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ നോക്കുന്നത് HSI നാച്ചുറൽ സയൻസ് എക്സാമിനും അതോടൊപ്പം കേറ്റഡ് കാറ്റഗറി 3ക്കും വേണ്ടിയുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. നമ്മുടെ 11ാമത്തെ ടെസ്റ്റ് സീരീസാണ് ഇത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഓഫ് പാൻക്രിയാസ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ആൽഫ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന്. ഓപ്ഷൻ എ ഇൻസുലിൻ, ബി ഗ്ലൂക്കഗോൺ, സി എപ്പിനെഫ്രിൻ, ഡി നോർ എപ്പിനെഫ്രിൻ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ രണ്ട് തരത്തിലുള്ള സെല്ലുകളാണുള്ളത്, ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ഇതിലെ ആൽഫ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ആൽഫ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ ധർമ്മമാണ് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടിക്കൊടുക്കുക എന്ന്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എനർജി കൂടുതലായിട്ട് വേണ്ട സമയത്ത് നമ്മുടെ സെല്ലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ആ ഫോമിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ സെല്ലുകളിലേക്ക് നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന സെല്ലുകളാണ് ആൽഫ സെല്ലുകൾ. അപ്പം ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നത് ആൽഫ സെല്ലിലാണ്. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ധർമ്മമാണ് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക എന്ന്. അപ്പോൾ ഇങ്ങനെ ഗ്ലൂക്കഗോൺ ഹോർമോണ് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുന്നത് കൊണ്ട് ഈ ഹോർമോണിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന്. അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുന്നു. ഇനി ഹൈപ്പർ ഗ്ലൈസീമിക് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ഒരുപാട് നാൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത് ഹൈപ്പർ ഗ്ലൈസീമിക് എന്ന് പറയുന്ന കണ്ടീഷൻ നീണ്ടു നിൽക്കുമ്പോഴാണ്. ഇനി നമ്മുടെ പാൻക്രിയാസിൽ തന്നെയുള്ള മറ്റൊരു സെല്ലാണ് ബീറ്റ സെല്ലുകൾ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലാണ് കാണുന്നത്. ഈ ബീറ്റ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് അറിയപ്പെടുന്നത്. ഇൻസുലിൻ എന്നറിയപ്പെടുന്ന ഈ ഹോർമോണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ് ഇൻസുലിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ രക്തത്തിൽ കൂടിയ അളവിൽ നിൽക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റുകയും അങ്ങനെ ഗ്ലൈക്കോജനെ എന്ന് പറയുന്ന രൂപത്തിലാക്കി സ്റ്റോർ ചെയ്ത് നമ്മുടെ സെല്ലുകളിൽ വെക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന് ഉണ്ടാകുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ബീറ്റ കോശങ്ങളാണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ ഈസ് കോൾഡ് എ എക്കോസിസ്റ്റം, ബി എൻവയോൺമെൻറ്റ്, സി ബയോട്ടിക് ഫാക്ടർ, ഡി എബയോട്ടിക് ഫാക്ടർ. ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ, അതായത് നമ്മുടെ പ്രകൃതിയുടെ അടിസ്ഥാനപരമായ ഘടന അല്ലെങ്കിൽ അടിസ്ഥാനപരമായ പ്രവർത്തന മണ്ഡലത്തിന് പറയുന്ന പേരെന്താണ്? പ്രകൃതിയുടെ അടിസ്ഥാനപരമായ പ്രവർത്തന മണ്ഡലത്തിന് പറയുന്ന പേരാണ് ഓപ്ഷൻ എ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതിയുടെ അടിസ്ഥാനപരമായ പ്രവർത്തന മണ്ഡലത്തിനെ അറിയപ്പെടുന്ന പേരാണ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ. ഈ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ കമ്പോണൻസ് ആണ് ബയോട്ടിക് ഫാക്ടർ അല്ലെങ്കിൽ ജീവീയ ഘടകവും എബയോട്ടിക് ഫാക്ടർ അല്ലെങ്കിൽ അജീവീയ ഘടകങ്ങളും. ഇപ്പോൾ പ്രകൃതിയുടെ അടിസ്ഥാനപരമായ പ്രവർത്തന മണ്ഡലത്തിന് പറയുന്ന പേര് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്നാണ്. ഇനി ആവാസ വ്യവസ്ഥയിലെ രണ്ട് കമ്പോണൻസ് ആണ് ബയോട്ടിക് ഫാക്ടർ അല്ലെങ്കിൽ ജീവീയ ഘടകവും എബയോട്ടിക് ഫാക്ടർ അല്ലെങ്കിൽ അജീവീയ ഘടകവും. തേർഡ് ക്വസ്റ്റ്യൻ: ദ ന്യൂറോ സെക്രീറ്ററി സെൽസ് പ്രസന്റ് ഇൻ ഹൈപ്പോതലാമസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ന്യൂക്ലി, ബി നിഡോബ്ലാസ്റ്റ്, സി അഡിപ്പോസൈറ്റ്, ഡി ന്യൂറോൺ. ഹൈപ്പോതലാമസിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ന്യൂറോ സെക്രീറ്ററി സെല്ലുകൾക്ക് പറയുന്ന പേര് എന്താണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ന്യൂക്ലി എന്നാണ് അറിയപ്പെടുന്നത്.
ഹൈപ്പോ തലാമസിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ന്യൂറോ സെക്രീറ്ററി സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലി എന്ന്. ന്യൂക്ലി എന്നറിയപ്പെടുന്ന ഈ സെല്ലുകളാണ് ഹൈപ്പോ തലാമസിൽ നിന്നുമുള്ള അന്തസ്രാവി വ്യവസ്ഥയുടെ ഹോർമോണുകളെ റിലീസ് ചെയ്യുന്നത്. ഹൈപ്പോ തലാമസിൽ നിന്നും അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഹോർമോണുകളാണ് റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും. ഇങ്ങനെയുള്ള ഹോർമോണുകളെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഹോർമോണുകളെ റിലീസ് ചെയ്യുന്ന സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ന്യൂക്ലി എന്നാണ് വിളിക്കുന്നത്. ഇനി നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈലം നിഡേറിയയിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റിങ്ങിങ് സെൽസ് അഥവാ ദംശന കോശങ്ങളാണ്. ഫൈലം നിഡേറിയയിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ദംശന കോശങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് നിഡോബ്ലാസ്റ്റ്. ഈ കോശങ്ങൾ ആ ഫൈലത്തിലുള്ള ഓർഗാനിസങ്ങളെ സഹായിക്കുന്നത് ഇരപിടുത്തത്തിന്, ഭക്ഷണ പദാർത്ഥങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ, അതോടൊപ്പം ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമാണ് സഹായിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ക്രോപ്പ്, ഫീൽഡ് ആൻഡ് അക്വേറിയം ആർ എക്സാമ്പിൾസ് ഫോർ. ഓപ്ഷൻ എ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, ബി അക്വാട്ടിക് എക്കോസിസ്റ്റം, സി മാൻ മെയ്ഡ് എക്കോസിസ്റ്റം, ഡി ഗ്ലോബൽ എക്കോസിസ്റ്റം. ക്രോപ്പ് ഫീൽഡ് അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളും അതോടൊപ്പം അക്വേറിയം എന്ന് പറയുന്നതും എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്വേറിയവും ക്രോപ്പ് ഫീൽഡും എക്സാമ്പിളായി വരുന്നത് മാൻ മെയ്ഡ് എക്കോസിസ്റ്റത്തിനാണ്. മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥയ്ക്ക് എക്സാമ്പിളാണ് ക്രോപ്പ് ഫീൽഡും അക്വേറിയവും. ഇനി ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നും അറിയപ്പെടുന്നത് ഗ്ലോബൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആഗോള ആവാസ വ്യവസ്ഥയെ രണ്ടായി തിരിക്കുന്നതാണ്. ഗ്ലോബൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആഗോള ആവാസ വ്യവസ്ഥയെ രണ്ടായി തിരിക്കുന്നു. അതിൽ രണ്ടെണ്ണമാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ കര ആവാസ വ്യവസ്ഥയും അക്വാട്ടിക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ജല ആവാസ വ്യവസ്ഥയും. ഇനി ഗ്ലോബൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ദ എൻറ്റയർ ബയോസ്ഫിയറിനെ നമ്മൾ ഒരു എക്കോസിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്താൽ അതാണ് ഗ്ലോബൽ എക്കോസിസ്റ്റം. എൻറ്റയർ ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ജീവമണ്ഡലത്തെ മുഴുവനായും ഒരു ഒറ്റ യൂണിറ്റ് അല്ലെങ്കിൽ ജീവമണ്ഡലത്തെ മുഴുവനായും ഒരു ഒറ്റ എക്കോസിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ഗ്ലോബൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആഗോള ആവാസ വ്യവസ്ഥ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സൊമാറ്റോസ്റ്റാറ്റിൻ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഹോർമോൺ ആണെന്ന്. ഓപ്ഷൻ എ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, ബി റിലീസിംഗ് ഹോർമോൺ, സി ഗ്രോത്ത് ഹോർമോൺ, ഡി നൺ ഓഫ് ദീസ്. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്നും റിലീസിംഗ് ഹോർമോൺസ് എന്നും അറിയപ്പെടുന്ന ഹോർമോണുകൾ ഉണ്ടാകുന്നത് ഹൈപ്പോ തലാമസിൽ നിന്നുമാണ്. ഈ ഹൈപ്പോ തലാമസിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഹോർമോണുകളുടെ ധർമ്മം മറ്റ് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകേണ്ടിയ ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് ഒന്നുകിൽ റിലീസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കുക. ഇവിടെ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. അതായത് ഗ്രോത്ത് ഹോർമോൺസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ വളർച്ചാ ഹോർമോണുകളെന്ന് പറയുന്ന ഹോർമോണുകൾ ഉണ്ടാകുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. അപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഉണ്ടാകേണ്ടിയ ഒരു ഗ്രോത്ത് ഹോർമോണിൻ്റെ എക്സാമ്പിളാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് ആവശ്യത്തിനായി കഴിയുമ്പോൾ അതിൻ്റെ സിന്തസൈസ് വീണ്ടും നടക്കാതെ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്ന സൊമാറ്റോട്രോപ്പിൻ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യാതെ അതിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഹൈപ്പോ തലാമസിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് അറിയപ്പെടുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറൻറ്റ് സ്പീഷീസ് ഇൻ ഡിഫറൻറ്റ് ലെവൽസ് നോൺ ആസ് എ സ്ട്രാറ്റിഫിക്കേഷൻ, ബി യൂട്രോഫിക്കേഷൻ, സി ഫ്രാഗ്മെൻറ്റേഷൻ, ഡി നൺ ഓഫ് ദീസ്.
ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ പ്രത്യേക തരത്തിലുള്ള സ്പീഷീസുകളെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ വിവിധ തരത്തിലുള്ള സ്പീഷീസുകളെ വെർട്ടിക്കലായിട്ട്, അതായത് പല നിരകളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള സ്പീഷീസുകളുണ്ട്. അപ്പം ഏറ്റവും നീളം കൂടിയ കാറ്റഗറിയിൽ വരുന്ന ലാർജ് ട്രീസിനെ മുതൽ അവിടെ ചെറിയ ഗ്രാസിനെ വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലെ സ്ട്രാറ്റിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ലെയറായിട്ട് അതായത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏറ്റവും മുകളിലത്തെ നിരയിൽ കാണാൻ സാധിക്കുന്നത് ഏറ്റവും നീളം കൂടിയ മരങ്ങളും അതിൻ്റെ താഴെയുള്ള ഒരു നിരയിലായിട്ട് ഷ്രബ്സിനെ കാണാൻ സാധിക്കും. അതിൻ്റെയും താഴെയുള്ള ഒരു നിരയായിട്ട് ഹെർബിനെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെയുള്ള ഒരു നിരയിലായിട്ട് പുല്ലുവർഗ്ഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള സ്പീഷീസുള്ള ഓർഗാനിസങ്ങളെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇനി യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയിലെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടി വരുന്നതിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. ഒരു ആവാസ വ്യവസ്ഥയിലെ ന്യൂട്രിയൻറ്റ് എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടി വരുന്നതിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. നെക്സ്റ്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ജീർണനം എന്ന് പറയുന്ന പ്രക്രിയയുടെ ആദ്യത്തെ സ്റ്റേജിന് പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ മൃതഭോജികൾ അല്ലെങ്കിൽ മൃതാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്ന ഓർഗാനിസങ്ങളായ ഡെട്രിറ്റ്യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഓർഗാനിസത്തിൻ്റെ സഹായത്തോടു കൂടി മൃതാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് സ്മോളർ ഫ്രാഗ്മെൻറ്റുകളാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ജീർണനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. 7th ക്വസ്റ്റ്യൻ, മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? എ പിറ്റ്യൂട്ടറി, ബി പീനിയൽ, സി തൈറോയിഡ്, ഡി പാൻക്രിയാസ്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓപ്ഷൻ എ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാസ്റ്റർ ഗ്ലാൻഡ്. ഇനി തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അന്തസ്രാവി സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് T3, T4 തൈറോകാൽസിറ്റോണിന്. T3, T4 തൈറോകാൽസിറ്റോണിനുമാണ് തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഇൻ ആൻ എക്കോസിസ്റ്റം ഈസ് നോൺ ആസ് പ്രൊഡക്ടിവിറ്റി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ഒരു എക്കോസിസ്റ്റത്തിലെ ബയോമാസിൻ്റെ പ്രൊഡക്ഷന് പറയുന്ന പേരാണ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനം. ഒരു എക്കോസിസ്റ്റത്തിലെ മൊത്തമുണ്ടാകുന്ന ബയോമാസ് അല്ലെങ്കിൽ ജൈവ പിണ്ഡത്തിൻ്റെ പ്രൊഡക്ഷന് നിർമ്മാണത്തിനെ വിളിക്കുന്ന പേരാണ് ഉൽപാദനം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ്, പാൻക്രിയാസ് സിറ്റുവേറ്റഡ് ഇൻ സെല്ല ടെർസിക്ക. സെക്കൻഡ്, സ്റ്റോക്ക് ഓഫ് ദ പാൻക്രിയാസ് ഈസ് കോൾഡ് ഇൻഫെൻറ്റിബുലം. തേർഡ്, പാർസ് ഡിസ്റ്റാലിസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ദ ഹോർമോൺസ് GH, പ്രൊലാക്റ്റിൻ, TSH, ACTH, LH, FSH. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, പാർസ് ഇൻ്റർമീഡിയ പ്രൊഡ്യൂസ് MSH. ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂറോ ഹൈപ്പോഫൈസിസ് ഓർ പാർസ് നെർവോസ ഓർ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ആൻഡ് റിലീസസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ ഓൾ ഓഫ് ദ എബോവ്, ബി 1, 2, 3 and 4, സി 2, 3, 4 and 5. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദി എബോവ് ആണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 5 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി കാണപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ച് വച്ചിരിക്കുന്ന
ഒരു അറയുടെ പേരാണ് സെല്ല ടെർസിക്ക എന്ന്. ഇനി ഈ പാൻക്രിയാസിനെ ഹൈപ്പോതലാമസുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന സ്റ്റോക്കിന് വിളിക്കുന്ന പേരാണ് ഇൻഫൻറ്റിബുലം. പാൻക്രിയാസിന്റെ സ്റ്റോക്കിന് വിളിക്കുന്ന പേരാണ് ഇൻഫൻറ്റിബുലം. പാൻക്രിയാസിന് 2 ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നും. അതിലെ അഡിനോ ഹൈപ്പോഫൈസിസിനെ വീണ്ടും 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അവയാണ് പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയയും. പാർസ് ഡിസ്റ്റാലിസിന്റെ മറ്റൊരു പേരാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. അവിടെ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളാണ് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, TSH, ACTH, LH, FSH. ഇനി പാർസ് ഇന്റർമീഡിയയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണാണ് MSH അല്ലെങ്കിൽ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതിന്റെ 2ാമത്തെ ഭാഗമാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഈ ന്യൂറോ ഹൈപ്പോഫൈസിസിന്റെ മറ്റു പേരുകളാണ് പാർസ് നെർവോസ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഈ ഒരു ഭാഗം, അതായത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഭാഗം ഹോർമോണുകളെ ഒന്നിനെയും സെക്രീറ്റ് ചെയ്യുന്നില്ല. അതായത് അവിടെ നിന്നും ഹോർമോണുകളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ അവർ 2 ഹോർമോണുകളെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ശരീരത്തിന് ആവശ്യമുള്ള സമയങ്ങളിൽ അവിടെ നിന്നും റിലീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള 2 ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും എന്ന് പറയുന്നത്. ഈ ഹോർമോണുകൾ ഉണ്ടാകുന്നത് ഹൈപ്പോതലാമസിലാണ്. ഹൈപ്പോതലാമസിൽ ഉണ്ടായതിനു ശേഷം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്നും റിലീസ് ചെയ്യുകയും ചെയ്യുന്ന 2 ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പം ഈ 5 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. 10th question. The amount of biomass or organic matter produced per unit area over a time period by plants known as A. Primary productivity, B. Secondary productivity, C. GPP, D. NPP. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് നിർമ്മിക്കുന്ന ജൈവ പിണ്ഡത്തിൻ്റെ അളവ്, അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് സസ്യങ്ങൾ നിർമ്മിക്കുന്ന ജൈവപിണ്ഡത്തിന് പറയുന്ന പേര് എന്താണ്? ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഈ പ്ലാന്റ്സ് എന്ന് പറയുന്ന വാക്കിനെയാണ് നോട്ട് ചെയ്യേണ്ടത്. അതായത് സസ്യങ്ങളാണ് നിർമ്മാണം നടത്തുന്നതെങ്കിൽ അത്തരം നിർമ്മാണ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സസ്യങ്ങളാണ് ഉൽപാദനം നടത്തുന്നതെങ്കിൽ അത്തരം ഉൽപാദനത്തിന് വിളിക്കുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇനി ഇവിടെ സസ്യങ്ങളല്ല, മറ്റ് ഓർഗാനിസങ്ങളാണ്, അതായത് സസ്യങ്ങളല്ല, ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ലാതെ മറ്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്, അതായത് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആണ് ഈ ഒരു പ്രൊഡക്ടിവിറ്റി നടത്തുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന്. ഇനി പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ നമ്മൾ വീണ്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്, GPP എന്നും NPP എന്നും. GPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് ഉണ്ടാകുന്ന മൊത്തം പ്രൊഡക്ടിവിറ്റിക്കും പറയുന്ന പേരാണ് GPP എന്ന്. അതായത് അവിടെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മുഴുവൻ ജൈവപിണ്ഡത്തിൻ്റെ അളവിനെയും വിളിക്കുന്ന പേരാണ് GPP എന്ന്. ഇതിൽ GPPയിൽ നിന്നും ഒരു കുറച്ച് ഭാഗത്തിനെ ആ സസ്യങ്ങൾ അവരുടെ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ R എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം GPPയിൽ നിന്നും ഈ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള ജൈവപിണ്ഡത്തിന് പറയുന്ന പേരാണ് NPP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന്. അപ്പം സസ്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നു. ഇനി അതിനെ 2ആയിട്ട് തിരിക്കുന്നു, GPP എന്നും NPP എന്നും. അതിൽ മുഴുവനുണ്ട്, അതായത് ടോട്ടൽ ബയോമാസ് പ്രൊഡക്ഷൻ പറയുന്നതാണ് GPP. അതിൽ നിന്നും റെസ്പിറേഷന് കുറച്ച് ഭാഗം ഉപയോഗിക്കുന്നു, അതായത് GPPയിൽ നിന്നും റെസ്പിറേഷൻ ഉപയോഗിച്ചതിനെ മൈനസ് ചെയ്യുമ്പം കിട്ടുന്നതാണ് NPP എന്ന് പറയുന്നത്. ഇപ്പോൾ NPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? GPP -R ആണ് NPP എന്ന് അറിയപ്പെടുന്നത്. 11th question. Growth of mammary gland and milk production is controlled by option A. prolactin, B. oxytocin, C. progesterone and D. estrogen.
ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തിനെയും അതുപോലെ മിൽക്കിൻ്റെ പ്രൊഡക്ഷനെയും കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന്. മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തിനെയും മിൽക്കിൻ്റെ പ്രൊഡക്ഷനെയും കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന്, അതായത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. ഇത് സഹായിക്കുന്നത് മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തിനും അതോടൊപ്പം മിൽക്കിൻ്റെ പ്രൊഡക്ഷനുമാണ് സഹായിക്കുന്നത്. ഈ പ്രൊഡക്ഷൻ എന്ന വാക്കാണ് നോട്ട് ചെയ്യേണ്ടത്. എന്നാൽ മിൽക്കിൻ്റെ ഇജക്ഷന് സഹായിക്കുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട്, അതാണ് ഓക്സിറ്റോസിൻ. അപ്പം ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. ഈ ഹോർമോൺ സഹായിക്കുന്നത് മിൽക്കിൻ്റെ ഇജക്ഷനാണ്, അതായത് പാല് ചുരത്താൻ സഹായിക്കുന്നതാണ് ഓക്സിറ്റോസിൻ. എന്നാൽ പാല് ഉണ്ടാകുന്നതിന് സഹായിക്കുന്നത് പ്രൊലാക്റ്റിനാണ്. ഇനി പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ, അതായത് പ്രഗ്നൻസിയെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇനി ഈ ഹോർമോൺ എന്ന് പറയുന്നത് ഈ ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. അതായത് ഈ പ്രൊജസ്റ്റിറോണും ഈസ്ട്രോജൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളും ഗൊണാഡോട്രോപ്പിൻസ് ആണ്. അതായത് ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇവർ രണ്ടുപേരും. അതിലെ പ്രൊജസ്റ്റിറോണിനെ റിലീസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നുമാണ്. ഇനി ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത് മച്വർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളാണ്. മച്വർ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഇത് സഹായിക്കുന്നത് ഫോളിക്കിൾ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഓവുലേഷനും സഹായിക്കുന്ന ഹോർമോണാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്കോസിസ്റ്റത്തിൽ നിന്നും അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്നുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മറ്റു ടോപ്പിക്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.